ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആവക്കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കുറേ ദിവസമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നൊരു വീഡിയോ ഉണ്ട്. അതായത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അത് കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഡെലിവറി കഴിഞ്ഞ സമയത്തേക്കോട്ടെ, ഏകദേശം ഒരു 2-3 മന്ത്സൊക്കെ ആയ സമയത്ത് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതൊരു പുതിയൊരു ഫേസ് ആണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നൊന്നും അത് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നാണ് വിചാരിച്ചു ഓക്കെ അതിനെക്കുറിച്ച് പറയാം. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം ഞാൻ എന്താണ് ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവരെങ്ങനെയാണ് ഫേസ് ചെയ്തത് ആ ഒരു പോസ്റ്റ് പാർട്ടം സ്റ്റേജ് എന്നുള്ളത് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇതുപോലത്തെ പോസ്റ്റ് പാർട്ടം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്റ്റേജുകൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാമല്ലോ എത്ര പേര് എന്തൊക്കെ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എൻ്റെ കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 5.5 മാസം കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട്. ഡെലിവറി എന്ന് പറയുമ്പം അതിനകത്ത് ഏറ്റവും നമുക്ക് ഇതായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ സിസേറിയൻ എന്നുള്ളൊരു സംഭവമായിരുന്നു. സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു വിഷമം വന്നിരുന്നു കേട്ടോ. സിസേറിയൻ മോശമാണെന്നല്ല, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഇത് വരുമല്ലോ, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഓൾറെഡി നമുക്ക് ഒരു ഇതായിട്ട് വന്നത് നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു കാര്യമാണ്. അപ്പം അത് നമുക്കറിയാം, ഓൾറെഡി എല്ലാവരും പറഞ്ഞ് കേട്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കേട്ട അറിവുള്ളൊരു കാര്യമാണ്. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അച്ഛൻ നോക്കിയാണ് കേട്ടോ, കംഫർട്ടും ഒന്നും നമുക്ക് കിട്ടില്ല. വേണമെങ്കിൽ ഇപ്പോൾ ഉറങ്ങി തീർത്തോളൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞതിനൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വേണമെങ്കിൽ നീ ഉറങ്ങിക്കോ, ഡെലിവറി കഴിഞ്ഞ് ഉറങ്ങാമെന്ന് വിചാരിക്കണ്ട, ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അടുപ്പിച്ച് ഉറങ്ങിയിട്ട് മാസങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഓക്കെ എനിക്കും ഇത് തന്നെയാണല്ലോ അവസ്ഥ വരാൻ പോണത്. എൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. അപ്പം അത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അത് വലിയ ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇവളൊരു 3 മാസത്തോളം നല്ല രീതിയിൽ ഉറക്കക്കുറവുണ്ടായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും ഉറക്കക്കുറവുണ്ട്. പക്ഷെ നമുക്ക് ഓക്കെ, നമ്മൾ കംഫർട്ടായി. പിന്നെ ഡിപ്രഷൻ എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവർ, ഞാനൊരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ 3 പേരായിട്ട് ഫ്ലാറ്റിലേക്ക് വരുന്നത്. അതിന് മുന്നേ 3 മാസം വരെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും അച്ഛനും ആവക്കുഞ്ഞും പിന്നെ അവിടെയുള്ള എല്ലാവരും അങ്ങനെയായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് കിട്ടിയ ഒരു സപ്പോർട്ടും അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സപ്പോർട്ടും, അത് നമ്മുടെ ചുറ്റുമുള്ളവർ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നമ്മുടെ പോസ്റ്റ് പാർട്ടം സ്റ്റേജ് എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നോർമലി ചില സ്ഥലങ്ങളിൽ കണ്ടിട്ട് പുതുതായിട്ടൊരു കുഞ്ഞ് വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് പോകല്ലേ. കാരണം പുതിയൊരാൾ വന്നു, അത് നല്ല ക്യൂട്ട്നെസ് ഉണ്ട് ആൾക്ക്, നമ്മളിപ്പോൾ എന്നല്ല, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാൾ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങോട്ട് തന്നെ പോവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി, അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു. ഡെലിവറി കഴിഞ്ഞ് നമ്മളെ അങ്ങനെ ആരും ശ്രദ്ധിക്കാണ്ട് വരുന്നു. അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോസ്റ്റ് പാർട്ടം എന്നുള്ളൊരു സംഭവം, ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവം. പക്ഷേ എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് അച്ഛനും മമ്മിയും പറയാതിരിക്കാൻ പറ്റില്ല. അവർ തന്നൊരു സപ്പോർട്ട്. പിന്നെ ഫാമിലിയിലുള്ള എല്ലാവരും അവരുടെ അതായത് ഇപ്പം എപ്പോഴും ഞാൻ നല്ല എടുത്തുകൊണ്ട് നടക്കണം കുഞ്ഞിനെ, അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. ആരാണോ കരയുന്ന ആ സമയത്ത് അവിടെയുള്ളത്, അവൾ കരയുന്ന സമയത്ത് അവിടെയുള്ളത് അവരെടുക്കും, അവളെ നോക്കിക്കോളും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കമാണെങ്കിലും ഉറക്കത്തിൻ്റെ ഒരു ഇത് വന്നു, നമുക്ക് 2 മണിക്കൂറൊക്കെ എഴുന്നേൽക്കണം ഫീഡ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് എന്താ പറയുക, എല്ലാവരും കൂടെ നിന്ന് ഒരുപോലെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും അവരുടെ സ്വന്തം അവരുടെ കുഞ്ഞ് എന്നുള്ള രീതിയിൽ നിന്നിട്ട്, അല്ലാതെ അമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, അങ്ങനെ ചിന്തിച്ച് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്റ്റേജൊന്നും എനിക്ക് ഉണ്ടായില്ല. പിന്നെ ഉറക്കം കുറയുന്നതനുസരിച്ച് നമുക്ക് ചെറിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടെൻഷൻ മുഴുവനും ഉറക്കത്തിൻ്റെ തന്നെയല്ല, ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ളൊരു ടെൻഷനായിരുന്നു. കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ. അപ്പം എല്ലാവരും പറയും അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. സ്റ്റാർട്ടിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാല് വളരെ കുറവായിരിക്കുമല്ലോ. അപ്പം എല്ലാവരും പറഞ്ഞു
പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിയും കറക്റ്റായിട്ട് പാലൊക്കെ വന്ന് തുടങ്ങാനായിട്ട്. അതുവരെ കുഞ്ഞിന് വേണ്ടത്. അപ്പോൾ എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ അയ്യോ പാലില്ലെങ്കിൽ കുഞ്ഞ് വിശക്കില്ല, കുഞ്ഞിന് വിശക്കുമല്ലോ, ഇത്ര സമയം നമുക്ക് വിശക്കും പോലെ കുഞ്ഞിന് വിശക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, കുഞ്ഞിന് ഓൾറെഡി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്ത ശേഷമാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാണ് നമുക്ക് കറക്റ്റായിട്ട് പാല് വരുന്നതെങ്കിലും കുഞ്ഞ് ഓക്കെ ആയിരിക്കും എന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലാക്കുക. ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ അതായിരുന്നു കേട്ടോ. പാല് തികയുന്നുണ്ടോ, കരയുമ്പം അത് വിശന്നിട്ടാണോ കരയുന്നത് എന്നൊക്കെയുള്ള ടെൻഷൻ. അത് നാച്ചുറലായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കാര്യമാണ്. അതെന്നൊക്കെ ചിന്തിച്ച് ബോധം വന്നു തുടങ്ങിയത് പിന്നീടാണ്. അതായത് ഇനിയൊരു ബേബി വരുമ്പോഴത്തേക്കും നമുക്കറിയാം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഇപ്പം ഞങ്ങൾ തന്നെയല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റിലെ നമ്മൾ കുളിപ്പിക്കുമ്പം പുക്കിളിൽ വെള്ളം പോകാൻ പാടില്ല എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുമല്ല, തീരെ പൊടിയാകുമ്പോൾ നമ്മൾ എങ്ങനെ കയ്യിൽ എണ്ണയൊക്കെ തേപ്പിച്ചിട്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും, അതൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പോൾ 3 മാസം കുളിപ്പീരിൻ്റെ കാര്യമേ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് പോരാൻ നേരം നമുക്കത് പഠിച്ചേ മതിയാവുള്ളൂ. എനിക്കറിയാം, പക്ഷെ പേടിയായിരുന്നു. അന്നേരം 2-3 ദിവസം ഞാനായിട്ട് മമ്മിയെ കൂട്ടി നിർത്തി ഞാൻ പഠിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ അതും നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഒരാൾ വരുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പാലിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇത്ര സമയം എടുക്കും ഇത് റെഡിയായി വരാൻ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് എങ്ങനെ ഫീഡ് ചെയ്യണം, കറക്റ്റായിട്ടുള്ള പൊസിഷൻ, അത് നമുക്കറിയില്ല. ആദ്യമൊക്കെ ഭയങ്കര ദയനീയമായിരുന്ന അവസ്ഥ. പിന്നെ അപ്പോൾ അതും ഓക്കെ ആയി. അപ്പം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് തോന്നുന്നൊരു കാര്യം, ഇനിയാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞ് നമുക്ക് വിഷമങ്ങളൊന്നും അധികം ഉണ്ടാകത്തില്ല കേട്ടോ. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം വേണ്ടത് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. എല്ലാവരുടെയും ശ്രദ്ധ കുഞ്ഞിലേക്ക് മാത്രം പോകാതെ കുഞ്ഞിൻ്റെ അമ്മയെ കൂടി പരിഗണിക്കണം. കാരണം ഒരുപാട് പെയിൻ ഉണ്ടാവും. സിസേറിയൻ ആണെങ്കിൽ, എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് കിടന്ന് കഴിയുമ്പോൾ കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കിടന്നിട്ട് എണീക്കുമ്പോഴത്തെ വേദന ഓർക്കുമ്പോൾ കിടക്കാൻ പേടിയായിരുന്നു. അപ്പം ഓരോരുത്തർക്കും ഓരോ പെയിനാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെതാണ് പറഞ്ഞത്. അപ്പോൾ അത് ഓർത്തിട്ട് ഞാൻ പേടിച്ചിട്ട് കിടക്കില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് ഹോസ്പിറ്റലിൽ വെച്ച് പറയായിരുന്നു, എണീറ്റ് നന്നായിട്ട് നടക്കണം എന്ന് പറയും. അപ്പം ഞാൻ പറയും, ഡോക്ടറെ കിടന്നിട്ടില്ല, അതുകൊണ്ട് പിന്നെ നടക്കുന്ന കാര്യത്തിൽ പ്രശ്നമില്ല, കിടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ എണീക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്. മമ്മിയും അച്ഛയും കൂടെ പിടിച്ചിട്ടാണ് ഞാൻ കിടന്നിട്ടുള്ളത്. 2 പേരും അവരെ ഞാൻ പഞ്ചറാക്കി എന്നുള്ളതാണ് സത്യം കേട്ടോ. അതുപോലെ ഞാൻ പ്രഷർ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ചിലർക്കൊന്നും അധികം പെയിൻ ഇല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ തന്നെ അതായത് ഞങ്ങൾ സിസേറിയൻ കഴിഞ്ഞിട്ട് ഞാൻ ICUവിൽ കിടക്കുമ്പോൾ എനിക്ക് മുന്നേ സിസേറിയൻ, അതായത് രാവിലെ ആൾക്ക് എപ്പോഴും രാവിലെയായിരുന്നു, അത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ സിസേറിയൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ആദ്യം ICUവിൽ വന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ വരുമ്പോൾ എനിക്ക് ബോധമില്ല, എപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ICUവിലാണ്. അതായത് അച്ഛയെ കണ്ടതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ സമയം നോക്കി കഴിഞ്ഞിട്ടാണ്, ഒരു മൂടലായിരുന്നു മൊത്തത്തിൽ. കുറേ സമയം കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വേദന വരാൻ തുടങ്ങി. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, എപ്പോഴും ഒരേ പൊസിഷനിൽ കിടക്കാൻ പാടില്ല, തിരിഞ്ഞും ചെരിഞ്ഞും ഒക്കെ കിടക്കണം, അല്ലെങ്കിൽ ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല വേദന, ഇതിലും ഭയങ്കര വേദനയായിരിക്കും എന്ന് പറയും. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് സിസേറിയൻ കഴിഞ്ഞ് വന്നയാൾ ഒരു കൂളായിട്ട് കിടക്കാണ് കേട്ടോ. അപ്പം ഞാൻ എന്താണ് എനിക്ക് മാത്രം വേദന ഇതുപോലെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പെട്ടെന്ന് എൻ്റെ മരപ്പ് പോയി. എനിക്ക് മുന്നേ വന്ന ആൾക്ക് അപ്പോഴും ഉണ്ട് ആ ഒരു അനസ്തേഷ്യയുടെ എഫക്റ്റ്. എനിക്ക് പെട്ടെന്ന് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പ്രശ്നം അറിയില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ അവിടെ കിടന്ന് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അപ്പുറത്ത് കിടന്ന ആൾക്ക് ഇതൊക്കെ പെയിൻ വരാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഓരോരുത്തരുടെ കണ്ടീഷൻ കേട്ടോ, ഞാൻ കണ്ടതുകൊണ്ട് പറയുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് കെയർ എന്ന് പറയുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. അതുപോലെ എല്ലാവരും ഓടി വന്ന് കുഞ്ഞൊന്ന് കരയുമ്പോഴേക്കും എന്താണെന്ന് ചോദിച്ചിട്ട് ആ മുറി നീ മുറി നോക്കുക, എല്ലാവരും ഓടി വരും. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നോക്കാൻ എല്ലാവരും ഉണ്ടല്ലോ, എന്തൊക്കെയുള്ളത് സംഭവം ഒരിത്. നമ്മൾ പുതിയതായിട്ടൊരു അമ്മ അച്ഛൻ എന്നുള്ളത് നമുക്ക് പുതിയൊരു അനുഭവമുള്ളൂ. അപ്പോൾ അതിനകത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണെന്ന് എൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം ഒരു സ്റ്റേജ്. അത് ദേഷ്യം നല്ല രീതിക്കുണ്ടായിരുന്നു കേട്ടോ. ദേഷ്യം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എനിക്ക്, എന്താണെന്നറിയില്ല. അത് അച്ഛൻ എപ്പോഴും പറയണേക്കാം, ഈ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. സത്യമാണ് കേട്ടോ. പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഓവറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചിലരൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇത് കൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് പലരുടെയും വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പം അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ 5.5 മാസം 6 മാസം ആറായി ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന് യൂസ് ചെയ്യുന്ന ഡയപ്പർ ഏതാണ്, ഡയപ്പറിൻ്റെ കാര്യങ്ങൾ പറയും. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയപ്പർ നമ്മൾ ശരിക്കും എന്താ പറയുക, ക്ലോത്ത് ഡയപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫുൾ ടൈം ക്ലോത്ത് ഡയപ്പറാണ്. നമ്മൾ ഇൻ കേസ് എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തിട്ട് ഫോട്ടോഷൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അത് മുഴുവൻ സമയം ആദ്യമൊക്കെ നമ്മൾ നൈറ്റ് ടൈമിൽ ഇതായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലോത്ത് അല്ല, ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ ആയപ്പോൾ അതായത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ആയപ്പോൾ അതും ഓക്കെ ആയി. അവർക്ക് ഏറ്റവും കംഫർട്ട് നമ്മുടെ ക്ലോത്ത് ഡയപ്പറാണ്. അതിനകത്ത് തന്നെ ഒരു പാട് വരുന്നുണ്ട്. ആ പാടിൻ്റെ കൂടെ നമ്മളൊരു തുണിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, വൈറ്റ് തുണികൾ വെച്ച് കൊടുത്ത്, കോട്ടൺ തുണി. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇരുന്നോളൊന്നും ഒരുപാട് സമയം ഒത്തിരി മൂത്രമൊഴിച്ചാലും നനത്തിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു 2 പ്രാവശ്യമൊക്കത്തേക്കേ അത് പറ്റത്തുള്ളൂ കേട്ടോ. അതേപോലെ നമ്മൾ മെനക്കെടണം, നമ്മൾ ഇത്തിരി കഷ്ടപ്പെടണം. മറ്റേതാണെങ്കിൽ ഉപയോഗിക്കുക, മാറ്റുക, അടുത്തെടുക്കുക, കഴുകുക, അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്തിരി പണിയുണ്ട് നമുക്ക്. പക്ഷേ ഇപ്പോഴും കുഞ്ഞിൻ്റെ സ്കിന്നിനും കംഫർട്ട് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. തോന്നുന്നു കേട്ടോ. ഞാനതാണ് യൂസ് ചെയ്യുന്നത്. വല്ലപ്പോഴും മാത്രമാണ് ഇതുപോലെ പുറത്ത് പോകുമ്പോൾ മാത്രം നമ്മൾ മറ്റേ ഡയപ്പർ പാമ്പറുടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും ഇല്ലല്ലോ വീഡിയോ, അതൊരു കണ്ടൻ്റ് ആക്കാൻ ഒന്നുമില്ല, ഒന്നും പറയാനില്ലല്ലോ. അപ്പം ഈ ചോദിച്ചാൽ ഈ വീഡിയോ കാണുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എപ്പോഴും നമ്മുടെ പുറത്ത് അവളുടെ തുണികളുണ്ടാവും. അത് എപ്പോഴും നമ്മൾ വാഷ് ചെയ്ത് ഏകദേശം 10-15 പാമ്പറുണ്ട്. എന്നാലും നമ്മളിങ്ങനെ യൂസ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കി നല്ല വെയിലത്ത് തന്നെ, പുറത്ത് നമ്മുടെ ഇവിടെ നല്ല വെയിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ അവിടെ ഇട്ട് തന്നെ ഉണങ്ങിയെടുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വെയിലായതുകൊണ്ട്. മഴക്കാലമാകുമ്പോൾ നമുക്ക് അറിയില്ല. മഴക്കാലമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒക്കെ ഡിസ്പോസിബിൾ സംഭവം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, കാരണം ഉണങ്ങി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്കും നല്ലത് ഇതാണ്, നമുക്കും നല്ലത് ഇതാണ്. ഇടയ്ക്ക് അച്ഛൻ വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളത്. എല്ലാം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പല ഡിഫിക്കൽട്ട് ഫേസുകളൊക്കെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ്സൊക്കെ നമുക്ക് വായിക്കാമല്ലോ. പിന്നെ വീഡിയോ കാണുന്നതിന് കമൻറ്റ് എന്തായാലും വായിക്കില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.